ന്യൂസ് പാഷൻ. ഇന്ന് നമ്മൾ ഒരു ഡിഗ്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞിട്ടും ആ ഡിഗ്രി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഒരു ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ഈ ഡിഗ്രി സഹായിക്കുന്നത്. ഇത് നമുക്ക് കോളേജിലൊന്നും പോയി പഠിച്ചാലൊന്നും കിട്ടുന്ന ഡിഗ്രി അല്ല. ഇത് നമ്മൾ തന്നെ അറിഞ്ഞ് നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുപോകേണ്ട ഒരു ഡിഗ്രിയാണ്. വേറെ ഒന്നുമല്ല, BSc. BSc നമ്മൾ കേട്ടിട്ടുണ്ട്, BSc ഡിഗ്രി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ലൈഫിലെ BSc അത് വേറെയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് BSc എന്താണെന്ന് നമ്മുടെ ലൈഫിൽ അത് എത്രമാത്രം അത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളത് കാണാം. ഈ BSc കുറിച്ച് പറയുമ്പോൾ BSc ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് കിട്ടുന്ന ഒരു അവാർഡായത്. BScക്ക് വേണ്ടിയത് പേഷ്യൻസ് ഇന്ന് നമ്മളെ ഇല്ലാത്ത അതേ ഒരു ഇതേ ഉള്ളൂ. പേഷ്യൻസ് നമുക്ക് ആരിലും ഇല്ല. ഈവൻ നമുക്ക് ചെറിയ കാര്യത്തിന് പോലും ഇറിറ്റേറ്റ് ആവും, സ്ട്രെസ് ഫീൽ ആവും. നമുക്കെല്ലാം പെട്ടെന്ന് വേണം. ഫാസ്റ്റ് ഫുഡ് ലൈഫിൽ നമ്മൾ ഇത് ആയതുകൊണ്ട് നമുക്ക് ആ പേഷ്യൻസ് ഒത്തിരി കുറവാണ്. ആ പേഷ്യൻസ് നമ്മളിലുണ്ടെങ്കിൽ 100% ഈ BSc ഡിഗ്രി എന്ന് പറഞ്ഞത് നമുക്ക് ലൈഫിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥാനം. ആ BSc എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ യുണൈറ്റഡ് ആയിട്ട് ഇരുന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി, ഞങ്ങൾ എങ്ങനെ ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ആ ഫാമിലിയിൽ നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാം, നല്ലൊരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്കും എവിടെയെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാം. അത് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ചെയ്താൽ അത് കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു BSc ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ BSc എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഡിഗ്രി നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട്, BSc ഡിഗ്രി നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഈ BSc എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലെ ബെയറിംഗ്, ഷെയറിംഗ് ആൻഡ് കെയറിംഗ്, ഇതാണ് BSc. ബെയറിംഗ്, കെയറിംഗ് ആൻഡ് ഷെയറിംഗ് ആണ്. ബെയറിംഗ്, ഷെയറിംഗ് ആൻഡ് കെയറിംഗ്, ഇതാണ് നമ്മുടെ BSc എന്നുള്ള ഒരു ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഒരു ലൈഫിൽ വേണ്ടത്, നമ്മളൊരു കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ BSc എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ബെയറിംഗ്, ഷെയറിംഗ്, കെയറിംഗ്, ബെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ പേരും രണ്ട് വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം ഈ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ച ഒരു രീതി വേറെ, അച്ഛൻ ജീവിച്ച രീതി വേറെയാണ്. അപ്പോൾ ആ രീതിയിൽ രണ്ടുപേരും ഒന്നിച്ച് ഒരു ഫാമിലിയിൽ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ബെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ട് പുള്ളി എന്നെ പറ്റി അറിയാനും എനിക്ക് എന്തെല്ലാം വേണം, എനിക്ക് എന്തെല്ലാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് എന്നോടൊപ്പം വരാനും, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് എന്തെല്ലാം ഇഷ്ടമാണ് എന്തെല്ലാം ഇഷ്ടമല്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ പോവും. നമുക്കറിയാൻ പറ്റുന്നുണ്ട് ചില വീടുകളിലാണെങ്കിൽ വൈഫിന് ഇത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ, ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ എന്തിനു കുറയണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വൈഫ് ആൻഡ് ഹസ്ബൻഡ്, ഞാൻ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഞാൻ മുമ്പിട്ട് നിൽക്കണം, വൈഫായതുകൊണ്ട് താന്ന് നിൽക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വരുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തിരിയാവും. പക്ഷെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ, ഭർത്താവിന് ഭാര്യയുടെ ഭാഗത്തുനിന്ന് റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഒരു ഹുങ്ക് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴായാലും ആ റെസ്പെക്റ്റ് മനസ്സിൽ കാണും. ആ ഒരു റെസ്പെക്റ്റിലെ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും തീരുമാനം എടുക്കണം.
അവൾ ഞാൻ പറയുന്ന കേൾക്കണം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ പോവുകയാണെങ്കിൽ ആ ലൈഫ് ശരിയാകത്തില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ഇനി അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഈ ബിയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങളുടെ ലൈഫ് നോക്കിയാൽ ജിനു മൊത്തം വളർന്നു നോർത്തിലും അതേപോലെ കേരളത്തിലും, ഞാൻ പക്ക ആന്ധ്രയിലും വളർന്നു. അപ്പം ഞങ്ങൾ യുണൈറ്റ് ആയപ്പം എത്രയോ ഡിഫറൻസസ് ഉണ്ടായിരുന്നു ഫാമിലി ലൈഫിൽ. ഉദാഹരണത്തിന് എനിക്ക് കേരളത്തിലെ ഫുഡ് വലിയ ഇഷ്ടപ്പെടത്തില്ല. കാരണം എപ്പോഴും ഞാൻ കുറ്റം പറയല കേട്ടോ, ഞാൻ എപ്പോഴും പറയും കേരളത്തിൽ എപ്പോഴും അവിയലും സാമ്പാറാണ് ഏറ്റവും നല്ല ഡിഷ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ ആന്ധ്ര വരുമ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് ക്വസിനിയുണ്ട് ആക്ച്വലി. ഉദാഹരണം എടുക്കുക, ഒരു ബ്രിഞ്ചോൾ എടുത്താൽ പോലും ആന്ധ്രയിൽ നമ്മുടെ നാട്ടിൽ ബ്രിഞ്ചോൾ യൂസ് ചെയ്യുന്നത് സാമ്പാറിനകത്തിടാൻ അവിയലിനകത്തിടാണ്. കുറ്റപ്പെടുത്തല്ല, പറയാം ഫാക്റ്റ്. ആന്ധ്രയിൽ അതേ ബ്രിഞ്ചോൾ 40 to 50 വെറൈറ്റീസ് ആണ് കുക്ക് ചെയ്യുക. അപ്പം ജിനു വന്നപ്പം ജിനു സ്റ്റാർട്ട് ചെയ്ത ഫുഡ് തന്നെ അവിയലും സാമ്പാറും. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഇതിലാണ് ജിനു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഐ പെയ്ഡ് ഫോർ ദറ്റ്. അപ്പം ഞാനത് ബെയർ ചെയ്ത് ഒട്ടനെ പറയുമല്ലായിരുന്നു. ആക്ച്വലി ഇറ്റ് ടുക്ക് ലിറ്റിൽ ടൈം. എനിക്കൊരു കുക്ക് ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ കല്യാണം മുമ്പോട്ടെ പേപ്പർ ക്ലിപ്പിംഗ്സ് കളക്ട് ചെയ്ത് എന്തിനാ എനിക്കറിയില്ല. ഇറ്റ് വാസ് മൈ ഹോബി ലൈക്ക് ആക്ച്വലി. നല്ല നല്ല ക്വസ്റ്റിനുണ്ട്, കാട്ടിട്ട് ആൻഡ് പുട്ട് ഇറ്റ്. അങ്ങനെ വെച്ചിട്ട് ജിനുവിന് പയ്യനെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. ജിനു വൈ ഡോണ്ട് യു ട്രൈ ദിസ്? അപ്പം ജിനു ട്രൈ ചെയ്ത് ജിനു കുക്ക് ചെയ്തിട്ട് വരുമ്പം അത് ഇന്ന് ജിനു ചെയ്ത കുക്കറി അല്ല അന്ന് ചെയ്തോണ്ടിരുന്നത്. ആക്ച്വലി ഐ എം ടെലിംഗ് യു, ജിനു സ്പെഷ്യൽ, ജിനു തകർക്കുന്നു. അത് കൊള്ളത്തില്ലെങ്കിലും ഇന്നും ജിനു എന്നോട് പറയും അച്ഛാ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയും. പക്ഷെ ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ട് ഞാനൊരു ഫീഡ്ബാക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഫീഡ്ബാക്ക് ജിനുവിനോട് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് കൊടുക്കത്തില്ല, ജിനുവിനെ എൻകറേജ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ദാറ്റ് ഈസ് ഐ വാസ് ബെയറിങ്. അത് അത്ര കൊള്ളത്തില്ലെങ്കിൽ ഐ വാസ് ബെയറിങ്. ഞാൻ പറയുമായിരുന്നു യു കൻ മേക്ക് ഇറ്റ് ബെറ്റർ, ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രേറ്റ് ഫോർവേഡ്. അത് നമ്മളൊരു വ്യക്തിയോട് ഇന്ന് ജിന്നുവിനോട് ഞാൻ തുറന്നെഴുതിയിരുന്നു പറയുന്നു, കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അവരെന്ത് ഹേർട്ടാവും. സെയിം നമ്മളെ ഷൂസിൽ, നമ്മൾ അതേ ഷൂസിലുണ്ടെങ്കിൽ എംപത്തി ആൻഡ് സിമ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ തന്നെ നമ്മൾ ചെയ്ത ഒരു ഒരു ഡിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ഫോമോ ആരെങ്കിലും നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, സ്ട്രേറ്റ് ഫോർവേഡ് ഫീഡ്ബാക്ക്സ് ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ ആ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആ ഒരു രീതി, അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് കൊള്ളത്തില്ലെന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടി നല്ലപോലെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇനി ഇത് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നല്ല ഇങ്ങനെ പറയുന്ന. അങ്ങനെ ബിയറിങ്ങിന് ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഞങ്ങളുടെ ഈ 15 വർഷം ജീവിതത്തിൽ എല്ലാവരും ചോദിക്കും, സാധാരണ ഞങ്ങൾ ഡ്രസ്സിനുമ്പോൾ പോലും സെയിം ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെ കൂടുതൽ. ഞങ്ങൾ പള്ളി പോകുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ ഫാമിലി മൊത്തം ഒരുപോലത്തെ ഓൾമോസ്റ്റ് ആ ഒരു ട്രെൻഡ്സൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആൾക്കാരൊക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കര എന്തുവാ വണ്ടർഫുൾ ലൈഫാ, ബ്യൂട്ടിഫുൾ ലൈഫാ. സി വൺ തിങ് യു ഷുഡ് അബ്സർവ്, അപ്സ് ആൻഡ് ഡൗൺസ് ഞങ്ങളുടെ ലൈഫിലും ഉണ്ട്. വഴക്കങ്ങളുണ്ട്, അതേപോലെ പിണക്കങ്ങളുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖങ്ങളുണ്ട്, കരയുന്ന ദിവസങ്ങളുണ്ട്, എല്ലാം എവറിത്തിങ് മിക്സ്ചർ. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം, ഞാൻ ട്രെയിനിങ് പറയുന്ന ഒരു ഉദാഹരണം, നമ്മളൊരു പാത്ത്, റോസസ് ഉള്ള പാത്തിൽ നടന്നു പോവുക. നമ്മൾ പോകുന്ന വഴി മൊത്തം റോസസ് ഇട്ടേക്കുക. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബെയർ ഫുട്ട് നടക്കുക, സ്ലിപ്പേഴ്സ് ഇല്ലാതെ നടക്കുക. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റോസസ് ആണെന്ന് ഫീൽ ആവും, പിന്നെ നമ്മൾ ആ റോസസ് എന്നുള്ള മറക്കും. നമ്മൾ റോസസ് പാത്തിൽ നടക്കുന്നു എന്നുള്ളത്, റോസ് പെറ്റൽസ് ഇട്ട പാത്തിൽ നടക്കുന്നുള്ള അറിയണമെങ്കിൽ ഒരു ചെറിയ മുള്ള് ജസ്റ്റ് നമുക്ക് കൊള്ളണം. then it reminds you that you are walking on a path of rose petals or rose flowers. ഇതെപ്പോഴും ഞാൻ പറയാം, ലൈഫിൽ ഒരു ചെറിയ പിഞ്ച് വേണം, അതെപ്പോഴും വേണം, അപ്പോഴല്ലേ സ്നേഹം കൂടുന്നത്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസസ്. രണ്ടുപേരും രണ്ട് ഫാമിലി, ഞങ്ങളുടെ മാത്രമല്ല, നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. 2 different families, 2 different brought-ups, 2 different types of environment, geographical location. ചില സമയത്ത് കാണുമ്പോൾ ഡിഫറെൻറ്റ് റിലീജിയൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് സെക്സ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻസ് ഉള്ളപ്പം ഒത്തിരി ഡിഫറൻസസ് ഉണ്ടാവും. അതേപോലെ ജിനു, ഞങ്ങളുടെ സെയിം കമ്മ്യൂണിറ്റി, ജിനു ഒരു ചെറിയ സെക്ട് ഡിഫറൻറ്റ് ഉണ്ട്. ജിനുവിനെ ഞാൻ പറയുന്നത്, ജിനുവിൻ്റെ അഡാപ്റ്റബിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സെയിം കമ്മ്യൂണിറ്റി തന്നെ സെക്ട് വരെ, ആ സെക്റ്റിൽ നിന്ന് വന്നിട്ട് പോലും പെട്ടെന്നായിരുന്നു മലയാളത്തിലുള്ള പ്രേയേഴ്സ് എല്ലാം ജിനു പഠിച്ചെടുത്തതും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ജിനു ആ പ്രാർത്ഥിക്കും. എനിക്കറിയത്തില്ല ആക്ച്വലി, ബിക്കോസ്
എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്, വായിക്കാൻ അറിയത്തില്ല, സംസാരിക്കും. അത് കാരണം ജിനു അത് ഏറ്റെടുത്തു. ദിസ് ഈസ് അഡാപ്റ്റബിലിറ്റി. സോ നമ്മൾ ബെയറിങ് എന്ന് പറഞ്ഞത് സഹിക്കുക. ദേ ആർ 3 റിങ്സ്, 3 റിങ്സ് എപ്പോഴും പറയും. വൺ ഈസ് എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് അതർ ഈസ് സഫറിങ്. അണ്ടർസ്റ്റുഡ്? സഫറിങ്. ഒരാൾക്ക് വേണ്ടി ഒരാൾ സഫർ ചെയ്തിരിക്കണം. ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മതമായിക്കോട്ടെ, ആ മതത്തിൻ്റെ കോർ മാരേജ് ഐഡിയ എന്ന് പറയുന്നത് രണ്ടുപേരും ഒന്നാകുകയാണ്. ആ ഒരു ഇതിൽ, ആ ഒരു നിമിഷത്തിൽ ഒന്നാണ്. ഏത് മതം എടുത്തോ ഒന്നാണ്. ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ വോവ് എടുക്കുന്നത് അത് തന്നെയല്ലേ. നമ്മുടെ വോവ് എടുക്കുന്നതും അൺടിൽ ഡെത്ത് ഡിപ്പാർട്സ് us will be united. ഇത് അതിൻ്റെ സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ച് പോകാമെന്നാണ് നമ്മൾ വോവ് എടുക്കുന്നതും. അതുപോലെ തന്നെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ വരെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ തരുന്ന ബ്ലെസ്സിങ്സ് കാരണം മാത്രമാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പലരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടേത് കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ വഴക്കുകളോ ഒന്നും ഉണ്ടാകാറില്ലേ? കാരണം എപ്പോൾ നോക്കിയാലും നല്ല എൻജോയ്മെൻറ്റ് ഇങ്ങനെ കാണും. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു ലൈഫിൽ വഴക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വഴക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പിന്നെ അത് ചെയ്യാതിരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുക്കും. പിന്നെ അത് മാത്രമല്ല, വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിൽ ഇപ്പം എന്ത് ഒരു പ്രശ്നങ്ങളുണ്ടായാലും തമ്മിൽ ഒന്ന് താഴുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, വീട്ടിലൊരു വഴക്ക് നടന്നു, അത് ഞാൻ ലാസ്റ്റ് എപ്പോഴേലും ഒരു വഴക്ക് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ ആ ഒരു അക്സെപ്റ്റൻസി കൊണ്ടുവരത്തുള്ളൂ. കാരണം ചില നമ്മളൊരു ഹുങ്ക് പിടിച്ച് നിൽക്കും കുറച്ച് നേരമൊക്കെ അല്ലേ. കാരണം പിന്നെ നമ്മൾ ഈ വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് താഴത്തില്ല. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും, പക്ഷെ എത്ര നാൾ നിൽക്കും? അപ്പം ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ, എൻ്റെയും അച്ഛൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര യൂണിറ്റിയാണ്. വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും അധികം നേരം എനിക്ക് പിണങ്ങിയിരിക്കാൻ അറിയത്തില്ല. അച്ഛനെ കൂടിപ്പോയാൽ ഒരു പിടിച്ചൊക്കെ നിൽക്കും കുറച്ച് നേരമൊക്കെ. പിന്നെ ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ പിന്നെ ഞങ്ങൾ സോൾവ് ചെയ്യാതെ കിടക്കത്തില്ല. അതൊരു ഞങ്ങൾ തമ്മിലുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ സോറി പറയുന്നില്ല, ആ കാര്യത്തിൽ ഞാൻ പറയുന്നത് വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിൽ ഇപ്പം വൈഫിൻ്റെ ഭാഗത്താണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് സോറി പറയുന്നതിൽ എവിടെയും ഒരു കുറവ് വരുന്നില്ല. അതേപോലെ സെയിം ഹസ്ബൻഡിൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ അവർക്കും ഇങ്ങോട്ട് വന്ന് വൈഫിനോട് സോറി പറയുന്നുണ്ട്. എവിടെയും ആരും ഇതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ്, ആരും അറിയുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പുറത്തു പോകാതെ ആ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ നിന്ന് ചർച്ച ചെയ്ത് മാറ്റുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതുമല്ല, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്ത് പോകാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ, ഇപ്പം ഞാനിപ്പോൾ അടുത്ത ഷെയറിങ്ങിൻ്റെ കാര്യം വരുന്നത്, ഷെയറിങ് പറയുന്ന ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ജിനു പറഞ്ഞു സോറി എന്ന് പറയുന്ന കാര്യം. ആക്ച്വലി അത് ഒരു ഈഗോ, നമ്മുടെ ഒരു ഈഗോ ആക്ച്വലി മനസ്സിലായോ. നമ്മൾ ആരോടാ പറയുന്നത്? ഒന്നാലോചിച്ച്, നമ്മൾ കല്യാണം കഴിഞ്ഞ് യുണൈറ്റാന്ന് ഒരു ബോഡിയായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ എല്ലാ മതത്തിലും പറയുന്നത് അങ്ങനെ. നമ്മളായിട്ട് നമ്മൾ സോറി പറയുന്നത് തെറ്റുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ സോറി പറഞ്ഞെങ്കിൽ സമൂഹം നമ്മളോട് നോക്കി ചോദിക്കും, ആണുങ്ങളോട് പ്രത്യേകിച്ച് സമൂഹവും വീട്ടുകാരും ബന്ധുക്കളും നീ നിന്റെ ഭാര്യയുടെ അടുത്ത് സോറി പറഞ്ഞല്ലോ. മലയാളത്തിൽ വേർഡ് യൂസ് ചെയ്യാം അല്ലേ, പെൺകോന്ത് ആ ഒരു വേർഡ് യൂസ് ചെയ്യും എല്ലാവരും അല്ലേ. ആ ഈഗോ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാൻ മടിയായിരിക്കും. വൺ തിങ് ഐ ഷുഡ് ടെൽ യു, നിങ്ങൾ പോയി സോറി പറയണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഹഗ്, ഒരു കിസ്, വെരി ഓപ്പൺ ഓൺ ദിസ്, ഒരു ഹഗ് ഒരു കിസ്. അല്ലെങ്കിൽ ബിഫോർ ദ സൺസെറ്റ് യു സെറ്റിൽ യുവർ ഡിസ്പ്യൂട്ട് വിത്ത് യുവർ പാർട്ട്ണർ. അതേ ഞാൻ പറയത്തുള്ളൂ. കിടക്കുന്നതിന് മുമ്പ് ഇതും വെച്ചോണ്ട് എന്തിന്ന് കിടക്കുന്നു? നമ്മൾ ഉറങ്ങിപ്പോയി രാവിലെ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തിങ്ക് ഓഫ് ദിസ്. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിലെ ഒരു മെയിൻ എസൻസ് എന്ന് പറഞ്ഞത് സൺസെറ്റിന് മുമ്പ്, ദാറ്റ് മീൻസ് ബിഫോർ ബെഡ്, വി സോൾവ് ഇഷ്യൂസ്. എത്ര വലിയ വഴക്കാണെങ്കിലും വി സോൾവ് ഇറ്റ്, വി വേക്ക് അപ്പ് ഫ്രഷ്. പിറ്റേ ദിവസം എണീക്കുമ്പം ഞങ്ങൾക്ക് വേറെ ഒരു ക്വാളിറ്റി ഉണ്ട്. അന്ന് നീ 24th August
സോ ആൻഡ് സോ ഡേറ്റിൽ നീ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഡേറ്റ് വെച്ച് നോട്ട് ചെയ്ത് ഗോൺ. സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ ചോദിക്കുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ആൾക്കാർ, നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ നിങ്ങളോട് പറയാൻ ചാൻസസ് ഉണ്ട്, എടാ നീ അടിമയായിപ്പോയി. അവർക്ക് പറയാം, അവർ പാസ്സായി പോകും. പക്ഷെ ജീവിക്കേണ്ടത് ഞങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോവും, പേരൻസ് പോവും, നിങ്ങൾ മാത്രമുള്ള ലൈഫ് ലോങ് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളപ്പം അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ അതാ നമ്മൾ ഈ ബെയറിംഗ് എന്ന് പറഞ്ഞത്, ഷെയറിങ്. ഷെയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യവും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ പാർട്ടായിട്ട് നമ്മൾ എപ്പോഴും കാണുമ്പോഴും നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ബോഡിക്ക് തന്നെ നമ്മൾ ഷെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. എപ്പം നമ്മൾ ആ ഒരു രീതിയിൽ കാണുന്നോ അന്നേരെ നമുക്ക് ഷെയറിങ് വരത്തുള്ളൂ. അല്ല ഈ പുള്ളി വേറെ വീട്ടുകാരനാ, ഈ പുള്ളിയോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഫീലിലാണ് ആ ജീവിതം മൊത്തം പോകുന്നെങ്കിൽ ഈ ഷെയറിങ്ങും നടക്കത്തില്ല, വീട്ടിലെ പ്രശ്നങ്ങളും മാറത്തില്ല. എപ്പം ഈ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എൻ്റേതാണ്, എൻ്റെ ഹസ്ബൻഡ് എന്ന് നമ്മൾ പറയുമ്പം എൻ്റെ ഒരു ബോഡിയിൽ ഒരു പാർട്ടാണെന്ന് നമ്മൾ എന്ന് കാണുന്നോ അന്നേരം നമുക്ക് ഷെയറിങ് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്ത് ചെറിയ കാര്യം പോലും നമ്മൾ ഷെയർ ചെയ്യാൻ അന്നേരം നമുക്ക് തോന്നത്തുള്ളൂ. നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ, ഇല്ലെങ്കിൽ എന്തൊരു വിഷമം ഉള്ളിൽ കിടന്നാൽ വീട്ടിൽ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് പോയെങ്കിൽ ഇപ്പം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതെപ്പോഴും നല്ലതാണ്. പിന്നെ എന്താ ഒരു വഴക്ക് നടക്കുവാണെങ്കിൽ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ തന്നെ പോയി ആ സമയത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഷെയറിങ് ഞാൻ പറയുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ വഴക്ക് എന്ന് വെച്ചാൽ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് വഴക്കിട്ടോണ്ടിരിക്കുമ്പം ഇപ്പൊ ഭാര്യ ആയിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ സൗണ്ടിൽ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഹസ്ബൻഡ് പോയി കിടന്ന് വെച്ച് നീ പറഞ്ഞ ശരിയല്ല, കൂടുതൽ നിന്റെ ഭാഗത്താ തെറ്റെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന അനുസരിച്ച് വഴക്ക് കൂടത്തേ ഉള്ളൂ. പക്ഷെ ഓക്കെ നമ്മൾ പറഞ്ഞു തീരട്ടെ, അത് കഴിഞ്ഞ് ഞാൻ തുടങ്ങാമെന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഭാര്യ പറഞ്ഞ് തീർന്ന് നിൽക്കുമ്പോൾ അതൊന്ന് ശമിക്കും. കാരണം പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഫ്രസ്ട്രേറ്റ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കണം, തെറിച്ചാലേ അതൊന്ന് അടങ്ങത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു വിഷമം ഇറങ്ങണമെങ്കിൽ അവർക്ക് കുറച്ച് പറഞ്ഞു തീരണം. അപ്പം അത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഈ ഷെയറിങ് ഏറ്റവും നല്ലതായിട്ട് വീട്ടിലേ നടക്കത്തുള്ളൂ. അതുപോലെ ആ പ്രശ്നങ്ങൾ അവിടും കൊണ്ട് അവസാനിക്കുകയാണ്. ഇപ്പം ഈ ഒരു പ്രശ്നം ഭർത്താവ് കേൾക്കാൻ താല്പര്യമില്ല, ഭർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പൊട്ടിത്തെറിച്ചാലും എന്ത് ചെയ്താലും ഭർത്താവ് കേൾക്കാൻ താല്പര്യമില്ല. ഓക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഷെയർ ചെയ്യാച്ചാൽ ഇതുപോലെയാണ്. അങ്ങനെ ഷെയർ ചെയ്യാൻ ചെല്ലുമ്പോൾ പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നതും അടുത്ത വീട്ടുകാരെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് അങ്ങോട്ടങ്ങ് ഷെയർ ചെയ്യാനും ആ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തു പോകാനും റീസൺ അതാണ്. അപ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിലുള്ളത് ആള് ഷെയർ ചെയ്യാനായിട്ട് പറ്റാത്ത ആളാകാത്തപ്പോഴാണ് നമ്മുടെ വിഷമങ്ങൾ. ഇപ്പം പെണ്ണുങ്ങളാണ് സംസാരിച്ച് വേറെ അപ്പുറത്തെ വീട്ടിലെ ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ സിമ്പതിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയോ എൻ്റെ വിഷമങ്ങൾ അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്യും. അവരെന്ത് ചെയ്യും? വേറൊരാളോട് സംസാരിക്കുമ്പോൾ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം വീട്ടിൽ ഷെയറിങ് ഉണ്ടെങ്കിൽ അതൊരു നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരാളുള്ളപ്പം ഏറ്റവും നല്ലൊരു കാര്യമാണ്. വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയാനുള്ളത് എന്താ വെച്ചാൽ കേൾക്കാനുള്ളൊരു മനസ്സ്, ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ആ ലൈഫ് നല്ല ഒരു രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നതാണ്. ഷെയറിങ് സംതിങ് ഇപ്പം ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഷെയറിങ്ങിനെ കുറിച്ച് ജിന പറഞ്ഞപ്പം ഇന്ന് ഫാമിലീസിൽ ഷെയറിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ മറന്നിരിക്കുന്നു. ഷെയറിങ് എന്തുമായി ആകാം. ഷെയറിങ്ങിൻ്റെ അടുത്ത് വരുമ്പോൾ ആക്ച്വലി ഇന്ന് സെൽഫോൺ വരെ ലോക്ക് ചെയ്തിരുന്ന കാലഘട്ടം. ബയോമെട്രിക് ലോക്സ് ഓർ പിൻ ലോക്ക് ഓർ ഏതെങ്കിലും ലോക്ക്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ സെൽസ് എല്ലാം ഓപ്പൺ അല്ലേ ജിൻ? ആക്ച്വലി സെല്ല് എവിടെ ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിയത്തില്ല. ഇപ്പൊ സെല്ല് തപ്പി നടക്കും. ചില സമയത്ത് മക്കളോടാണ് ചോദിക്കുന്നത്, മക്കളെ സെല്ല് എവിടെയാണ്, പപ്പ സെല്ല് എവിടെ വെച്ചു, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പിള്ളേർക്കാണെങ്കിലും കോൾ വന്നാൽ അവർക്കറിയാം. അല്ലാതെ ഇങ്ങനെ നമ്മള് പ്രത്യേകിച്ച് അതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന ഹൈഡ് ചെയ്യുന്ന സ്വഭാവമില്ല.
അത് ഇതേ പറയുന്നത് ഷെയറിങ്ങിന്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ എക്സാമ്പിൾ എടുത്തു പറഞ്ഞാൽ ഇന്ന് ഒത്തിരി സീക്രസി മെയിൻറ്റെയിൻ ചെയ്തു വൈഫ് ആൻഡ് ഹസ്ബൻഡ്. വൈ ഷുഡ് ഹാവ് സീക്രസി? സീക്രസി എന്തുകൊണ്ട് മെയിൻറ്റെയിൻ? സംതിങ് റോങ്, എവിടെയോ റോങ് ഉള്ളപ്പോഴേ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെൽഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സംതിങ് ഇസ് ദയർ. വൈഫ് ആകാം ഹസ്ബൻഡ് ആകാം. ഇന്ന് തുറന്ന് സംസാരിക്കുക, തുറന്നിരിക്കുക, നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് സംസാരിക്കുക. മെയിൻ വൈഫ് ആൻഡ് ഹസ്ബൻഡ്സ് പേഴ്സണൽ ടൈം കണ്ടുപിടിക്കുക. ഇന്ന് ലോകത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങൾ മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്ത നിങ്ങളിരുന്ന് സംസാരിക്കുക. TV ടൈമിലിരുന്ന് സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക. പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. അന്ന് നീ അങ്ങനെ ചെയ്തില്ലേ, വൈ, ദ റീസൺ, ക്വസ്റ്റ്യൻ ചെയ്യാതെ. ദാറ്റ് യു ഡിഡ്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നോ, ദാറ്റ് യു റിയാക്റ്റഡ് സോ. അപ്പം അങ്ങനെ പറയുമ്പോൾ എമ്പത്തി, എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ് ഫീൽ ആവുന്നു എന്നോ ഷെയർ ചെയ്യുക. അതേപോലെ എല്ലാ കാര്യങ്ങളും. പിന്നെ അത് ചില ഫാമിലീസ് നടക്കുന്ന ശരി. ഇപ്പം നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടോ ജിന്നുവിനറിയാം, ജിന്നുവിൻ്റെ കുടുംബത്തിൽ എന്തോ എനിക്കറിയാം. ചില വീട്ടിൽ ഈ ബ്രേക്കപ്സ് കൂടുതലായിരിക്കും, ഈവൻ ബ്രേക്കപ്സ്. എൻ്റെ വീട്ടുകാർ US നിന്ന് വിളിച്ചാൽ പോലും ജിന്നുവിനോട് ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതേപോലെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ജിന്നുവിൻ്റെ ഫാമിലി വാല്യൂസ് കീപ്പപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ജിന്നുവിൻ്റെ മമ്മി 100% വിളിച്ചിരിക്കും. സോ ഇങ്ങനെ വരുമ്പോൾ എന്താ, നമ്മൾ ഓപ്പൺനെസ് കാണിക്കുക. ഈവൻ ഞങ്ങളുടെ തമിഴ് സീക്രറ്റ്സ് അല്ല, ഈവൻ ഫാമിലീസ് കൂടി ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. പിന്നെ അതേപോലെ ഷെയറിങ്ങിൽ പല കാര്യങ്ങളും ചില ആൾക്കാർ ഹസ്ബൻഡിനോട് പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഹേർട്ടാവും എന്ന് പറഞ്ഞ ഒരു ആംഗിൾ, അല്ലെങ്കിൽ വൈഫ് ഹേർട്ടാവും എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഷെയർ ചെയ്ത് പറഞ്ഞിരിക്കണം. ചില ആംഗിൾ എന്നാൽ ക്രൂക്കഡ് ആംഗിളായിരിക്കും ഷെയർ ചെയ്യാതിരിക്കുന്നത്. 100% ഷെയർ ചെയ്യണം. ഈ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു ഷെയറിംഗ് കൂടെ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നു. ഡൈനിങ് ടേബിളിനെ കുറിച്ചും സംസാരിക്കായിരിക്കും അല്ലേ? ഡൈനിങ് ടേബിൾ മെയിനായിട്ട് നമുക്കറിയാം, എല്ലാ വീട്ടിലും ഡൈനിങ് ടേബിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഡൈനിങ് ടേബിൾ ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഓക്കെ, ഡൈനിങ് ടേബിൾ ഇല്ലെങ്കിൽ എല്ലാവരും താഴെ നമ്മളെല്ലാവരും കഴിക്കാൻ നേരത്ത്. പക്ഷെ ഇപ്പം ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുന്നത്, സ്റ്റോറേജ് ടേബിൾ പോലെയാണ്. കാരണം എല്ലാ ഐറ്റംസും ഡൈനിങ് ടേബിളിൽ കാണും. കുപ്പി, പാത്രം, തോർത്ത്, ഈ മക സാധനങ്ങൾ ഡൈനിങ് ടേബിളിന്റെ കസേര, പിന്നെ തുണികൾ ഉണങ്ങാൻ, ഇതെല്ലാമാണ് ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ, അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, ഇതൊക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പം എല്ലാ വീടുകളിലും ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആരെയും ഒന്നും പറയുന്നതല്ല, മെയിനായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ചിലപ്പം TV കാണുമ്പം അവിടെ കൊണ്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടെങ്കിൽ നമ്മളാണ് പഠിപ്പിക്കുന്നത്. അവരോട് നമ്മൾ പറയാം ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അവരവിടെ വരും. പക്ഷെ നമ്മുടെ ഒരു എളുപ്പ വഴിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ TV കാണുമ്പോൾ TVയുടെ അടുത്ത് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കും. അവർ തിന്നുന്ന ഫുഡ് എന്താണെന്നോ അവർ എന്തുവാ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ പോലും അതുങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് കൈയും വായും വർക്ക് ചെയ്യുന്നു, അതേ ഉള്ളൂ അവരുടെ ഭാഗത്തു നടക്കുന്നത്. വയറ് നിറയുന്നത് പോലും അതുങ്ങൾ അറിയുന്നില്ല. അപ്പോൾ മെയിനായിട്ടെന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാമിലി എല്ലാം കൂടെ ഇരുന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്, അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോറുകൾ നമ്മൾ എന്തോ കറി അതിനകത്ത് ഇട്ടത്, അപ്പോൾ നമ്മൾ എടുക്കുന്നിടത്ത് ചില വീടുകളിൽ അമ്മയ്ക്ക് ലാസ്റ്റ് വിളമ്പി വരുമ്പോൾ അമ്മമാർക്ക് ചിലപ്പം കാണത്തില്ല. മിക്ക വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വിളമ്പി, അപ്പം അവനവൻ്റെ ഭാഗത്ത് ഒരാളുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആണെങ്കിൽ, ഒരാൾ ഹാളിലാണെങ്കിൽ, ഒരാൾ ബെഡ്റൂമിൽ ഇരുന്നാണെങ്കിൽ കഴിക്കുന്നത്. അപ്പോൾ അമ്മ എവിടെ നിന്ന് കഴിക്കുന്നതെന്ന് ആരും കാണുന്നില്ല, അമ്മയ്ക്ക് എന്തോ ഫുഡുണ്ടെന്നും ആരും അറിയുന്നില്ല. പക്ഷെ ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പ്ലേറ്റിൽ ഈക്വലായിട്ട് പോയിട്ടുണ്ടോ, എല്ലാവർക്കും സെയിം ഫുഡ് ഉണ്ടോ, ആ പാത്രത്തിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല കുറവുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് ഫുഡ് കുറച്ച് കാരണം എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ഫുഡ് വൈകുന്നേരത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ അല്ലാതെ എക്സ്ട്രാ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ഇന്നൊരു ദിവസം ഇത് മതിയെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പം ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. അപ്പം അമ്മയുടെ പ്ലേറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളും വന്നേച്ച് നോക്കും. അമ്മയ്ക്കുണ്ടോ, ഫസ്റ്റ് ചോദിക്കുന്നുണ്ടോ, പപ്പായ്ക്കുണ്ടോ, അവർക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പപ്പായ്ക്കുണ്ടോ, മമ്മയ്ക്കുണ്ടോ, ചേച്ചിക്കുണ്ടോ, ചേച്ചി കഴിക്കുന്നില്ല, ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മൂത്ത മോളാണെങ്കിൽ എല്ലാവർക്കും ചോദിക്കും, അവളും ചോദിക്കുന്ന പോലെ പപ്പായ്ക്ക് കൊടുത്തു, പപ്പ കഴിച്ചോ,
അമ്മ കഴിച്ചോ, റിനുമോൾ കഴിച്ചു, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഇത് ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പം ഇതെന്ന് വെച്ചാൽ ആ ഒരു ഷെയറിങ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കുകയാണ്. അവരുടെ നെക്സ്റ്റ് അവർ ആ ജനറേഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും കുഞ്ഞുങ്ങൾ മനസ്സിൽ കൊണ്ടുവെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതുങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കഴിവ് നിങ്ങൾ നോക്കുക. ഡൈനിങ് ടേബിളിൽ ഫാമിലി എല്ലാവരും ഇരുന്ന് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു നല്ലൊരു ഒരു കാര്യമാണ്. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ഒരു റോൾ മോഡൽ ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഉള്ളവർ ഇന്ന് മുതൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ടി വിയും സീരിയലും അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് ഫാമിലി ടൈം ഒന്ന് കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനും ഇന്ന് നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഓഫീസിലെ കാര്യങ്ങളാട്ടെ ബിസിനസ് കാര്യങ്ങളാട്ടെ, ഇപ്പം അമ്മയാണെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും തട്ടിമുട്ടി എന്തെങ്കിലും കാണിച്ചോ, കിച്ചണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, മനസ്സിലായല്ലോ. അതുപോലെയൊക്കെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളാട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളാട്ടെ, എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് കെയറിങ്ങിൻ്റെ കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കെയറിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ, കെയറിങ് കേൾക്കുമ്പോൾ തന്നെ സംതിങ്. അതെ, മിക്ക വീടുകളിലും ഇല്ലാതെ പോകുന്നത് അതാണ്. മെയിൻ കാരണങ്ങളും പ്രശ്നങ്ങളും കെയറിങ് ഇല്ലാത്തപ്പോഴാണ്. നമുക്കറിയാം, നമ്മൾ രണ്ട് ഫാമിലിയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. എപ്പോഴും കല്യാണ സമയത്ത് നമുക്കറിയാം രണ്ട് ഫാമിലിയിൽ നിന്ന് വന്ന് ജോയിൻ ആകുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, പെൺകുട്ടി വന്നു കയറിയത് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്കാണ് വന്നത്. അപ്പം ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഫാമിലിയിലാണെങ്കിൽ എപ്പോഴും ഒരു വിഷമമാണ് ഉള്ളിൽ. എന്നെ കെയർ ചെയ്യുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം നോക്കുന്നു. പക്ഷേ ഓക്കെ, കെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ഒരു കമ്പൈൻഡ് ഫാമിലിയിലായതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളും പെണ്ണിൻ്റെ ഭാഗത്ത് നമ്മളും ചിന്തിക്കണം, നമ്മളൊരു കമ്പൈൻഡ് ഫാമിലിയിലാണ് താമസിക്കുന്നത്. ഒരാളെ മാത്രം ഇത്രയും നാളും എല്ലാവരെയും കെയർ ചെയ്തുകൊണ്ടിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാറ്റം ആ പയ്യനിൽ ഉണ്ടാകുമ്പം ആ വീട്ടിൽ എന്തെല്ലാം ചർച്ചകൾ നടക്കും എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ ഒരു വീട്ടിലേക്ക് പുതിയ വീട്ടിലോട്ട് പോകുമ്പം ആ വീട്ടിലെ ആൾക്കാരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചും നമ്മൾ ആ വീട്ടിലെ ഒരു ഭാഗമാണ്. ഇന്നു മുതൽ കല്യാണം കഴിച്ച അന്ന് മുതൽ നമ്മൾ ആ വീട്ടിലൊരു അംഗമാണ്. അപ്പം നമ്മളും അങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കണം. അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് കയറി എട്ടുന്നില്ലെന്നുള്ള വിഷമത്തിൽ നമ്മൾ ഇരുന്നാൽ ആ ലൈഫ് അങ്ങനെ പോകും. പിന്നെ കമ്പൈൻ ഫാമിലിയിൽ താമസിക്കുന്ന പയ്യന്മാരാണേലും അവർക്കും എന്ന് വെച്ചാൽ എല്ലാവരുടെയും മുന്നിൽ കെയർ ചെയ്യണമെന്ന് വേണ്ട. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സമയത്ത് നിങ്ങൾ വൈഫിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് പോയി പബ്ലിക്കായിട്ട് പറയാതിരുന്നാൽ മതി. ഇന്ന് ഞാൻ അവർക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തില്ല, ഇന്ന് ഞാൻ അവർക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു, ഇന്ന് ഞാൻ അവർക്കൊരു റിങ് വാങ്ങിച്ചു, ഇതൊക്കെ പബ്ലിക്കാക്കി പറയുമ്പോഴായിരിക്കും ചിലപ്പം വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ പുറമേ വന്ന് എല്ലാവരോടും പറയണമെന്നില്ല. അപ്പോൾ അവിടാണ് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാകുന്നത്. കെയറിങ് എങ്ങനെയും നടക്കാം, പക്ഷെ നമ്മുടെ ഐഡിയാസാണ് അതെങ്ങനെ കെയർ ചെയ്യണം. ഇപ്പം വൈഫ് ഹസ്ബൻഡിനെ കെയർ ചെയ്യുന്നത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം അല്ലെങ്കിൽ പോകാൻ തുടങ്ങുവാണെങ്കിൽ കാര്യങ്ങൾ എടുത്തു കൊടുക്കുക, ഓരോന്ന് റെഡിയാക്കി വെക്കുക, ഇതൊക്കെ ഒരു രീതിയിലുള്ള കെയറിങ്. ഹസ്ബൻഡ് ആണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന്, ഈവൻ ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിലും മതി. കാരണം വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും ആരും പ്രതീക്ഷിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസം ഓർത്തിരുന്നാൽ തന്നെ അത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ് ആട്ടെ അല്ലെങ്കിൽ ഒരു സാരിയോ എന്തെങ്കിലും നിങ്ങൾക്ക് അന്നേരം പറ്റുന്ന ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്നൊരു സന്തോഷമാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങളും മതി പെണ്ണുങ്ങൾക്ക്. പക്ഷെ അത് വലുതാക്കുന്ന ഒരു സീൻ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കെയറിങ്ങിനെ പറ്റി വല്ലാം ആക്ച്വലി കെയറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കെയറിങ് സിനിമയിൽ കാണുന്ന കെയറിങ് അല്ലേ. സിനിമ നമ്മൾ കാണും, ഹീറോയിന് ഒരു മുറിവ് പറ്റിയ ഉടനെ, അല്ല ഹീറോയ്ക്ക് ഒരു മുറിവ് പറ്റിയ ഉടനെ ഹീറോയിൻ ഇങ്ങനെ സാരി കട്ട് ചെയ്ത് കെട്ടുന്നത്, ദാറ്റ്സ് നോട്ട്. അതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യൽ ഇറ്റ് ഷുഡ് കം ഫ്രം ഹിയർ വിത്തിൻ. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം.
അപ്പം അതേപോലെ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ടേസ്റ്റ്, അവരുടെ ഡിസ്ലൈക്സ്, അവരുടെ ഹോബീസ്, അവരുടെ പാഷൻ, അവരുടെ ഡ്രീംസ്, അവരുടെ ആംബിഷൻസ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഈ ഗെയിം ഷോ, ഈ ടി വിയിൽ ഗെയിം ഷോ കാണുമ്പം ചോദിക്കുമ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഇത്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി വിത്തിൻ. അറിഞ്ഞിരുന്ന് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്ന കെയറിങ്. ഇപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഹസ്ബൻഡ് കിച്ചണിൽ കയറുക, കുക്ക് ചെയ്യുക, ഹെൽപ്പിങ് ഹർ. തലവേദനയാണെങ്കിൽ ബാം കത്തി കൊടുക്കുക. സിമ്പിൾ തിങ്സ്. കാലുവേദനയാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് തരുവാണെങ്കിൽ നമ്മൾ തിരിച്ചെന്തുകൊണ്ട് കാലിലേക്ക് കൊടുക്കാം? കൊടുക്കാം അല്ലയോ? കൊടുക്കാം. പക്ഷെ അത് പുറത്തിറങ്ങിയ അമ്മ ഞാൻ ഇന്ന് എന്റെ പെണ്ണുങ്ങളുടെ കാല് ഞെക്കെന്ന് പറയുന്നത് അവിടാണ് പ്രശ്നങ്ങൾ. നിങ്ങൾ കെയർ ചെയ്യുന്നത് അത് പുറത്ത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്നെ പുറത്തിറങ്ങി വന്നേച്ച് അമ്മ ഞാൻ ഇന്ന് അവൾക്ക് കാല് വീഴത്തോട്ട് കാല് ഞെക്കി കൊടുത്തു. എത്ര ആയാലും ആമക്കളുള്ള അമ്മമാർക്ക് അറിയാം, നമുക്ക് പ്രത്യേകം അറിയുന്ന അവരുടെ ഒരു ഈഗോ, അമ്മമാരുടെ ഒരു ഈഗോ എന്ന് വെച്ചാൽ അവൻ അവളുടെ അടിമയായി പോയി എന്നുള്ളൊരു ചിന്ത. അതിപ്പം ഓരോ അമ്മമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം, എല്ലാ അമ്മമാരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. മിക്ക അമ്മമാരും പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിലും. അതുപോലെ തന്നെ ഈവൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്മ ആണെങ്കിൽ ഒരു കാര്യത്തിനും സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനെ ഒരു അമ്മായിമ്മ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല. ഒരു മക്കളുടെയും മരുമക്കളുടെയും ലൈഫിൽ കയറി അവർ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഈ വീട്ടിലില്ല. അത് കാരണമാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ലൈഫ് ഇത്രയും സ്മൂത്തായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പല വീട്ടിലും കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ മോഡേണായിട്ട് നടന്ന പെമ്പിള്ളേർ കയറി ചെല്ലുന്ന വീട്ടിലെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് സാരിയിൽ പോയിട്ടുണ്ട്, നൈറ്റി ഇടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ആ രീതിയിലേക്ക് മാറിയവരാണ്. പക്ഷെ എന്നെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സുകൾ ചിലതൊക്കെ മമ്മയാണ് സെലക്ട് ചെയ്യുന്നതും, അനീത്തിമാർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരാണ് എനിക്ക് ഡ്രസ്സുകളൊക്കെ അവിടുന്ന് ഷോപ്പ് ചെയ്ത് എനിക്ക് വരുമ്പം കൊണ്ടുവരുന്നതെല്ലാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ഒരു ലൈഫ് പോകുന്നത്. അത് കാരണം ഞങ്ങൾക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബാരിയർ ഇല്ല. ഇന്നതേ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ചെയ്താൽ അതെല്ലാം കുഴപ്പം പറ്റുമോ എന്നൊന്നുമില്ല. ആരും ഞങ്ങളുടെ ലൈഫിൽ, അതുപോലെ ഞങ്ങളും വേറൊരാളുടെ ലൈഫിലോട്ട് ഇന്റർഫിയർ ചെയ്യാനായിട്ട് പോകാറുമില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം അങ്ങനെയുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ലൈഫാണ് മുമ്പോട്ട് പോകുന്നത്. കെയറിംഗിൽ ഇനി നമ്മൾ പറഞ്ഞത്, കെയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും എപ്പോഴും. കുറച്ച് കാര്യങ്ങൾ അത് മിനിമം നമ്മളതിന് ചെവി കൊടുക്കുക. ലിസൺ. അത് തന്നെ വലിയ കെയറിങ്. ചില വീട്ടിൽ കാണാം, പാർട്ട്ണർ സംസാരിക്കുമ്പോൾ മറ്റേ ആൾ ദേ വിൽ ബി ലുക്കിംഗ് അറ്റ് ദ മൊബൈൽ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് നോട്ട് ലിസണിങ്, യു ആർ ഹിയറിങ്. ഡിഫറൻസ് ഇവിടെ ലിസണിങ്ങിൻ്റെ ഹിയറിങ്ങിൻ്റെ ഡിഫറൻസാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളോട് സംസാരിക്കുമ്പോൾ ദിസ് ഇസ് സിമ്പിൾ ടെക്നിക്. കണ്ണി നോക്കി സംസാരിക്കുക, കണ്ണി നോക്കി കേൾക്കുക. രണ്ട് കാതും ഓപ്പൻ. ദൈവം 2 ഇയേഴ്സ് തന്നിട്ടുണ്ട്. കേൾക്കുക. നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളോട് ഷെയർ ചെയ്യുന്ന കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക. നമുക്ക് 2 ചെവി ദൈവം തന്ന് കേൾക്കാൻ വേണ്ടി, ഒരു വായോട് സംസാരിക്കാൻ. സ്പീക്ക് ലെസ്. കൗൺസിലിംഗ്, ദാറ്റ്സ് പാർട്ട് ഓഫ് കൗൺസിലിംഗ്. ഇന്ന് ലോകത്തിൽ കൗൺസിലേഴ്സ് കൂടാൻ കാരണം, ഈവൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. US പോലത്തെ കൺട്രീസിൽ ആക്ച്വലി ദേ പേ ഫോർ അവേഴ്സ് ഫോർ ലിസണിങ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ പൈസ അയച്ചു തരും. എന്താ അവർ പറയുന്നറിയാം? ലിസൺ ടു മീ. നോ വൺ ഈസ് ദേർ ടു ലിസൺ ടു മീ. വി ആർ ലോൺലി. അങ്ങനെ എത്ര പേര് ലോകത്തിലുണ്ട്. ഇത് ഫാമിലി ഡിസ്പ്യൂട്ട്സും വഴക്കുകളും നടക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, ഒരേ ബോഡിയിൽ നിന്നുള്ള ഫീൽ മിസ്സായിട്ട് ഡിസ്പ്യൂട്ട്സ് കേൾക്കാനുള്ള മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കെയറിങ്. അതേപോലെ നമ്മൾ കേൾക്കാൻ മനസ്സ് തുറന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളെ റിസീവ് ചെയ്യാനും അവർക്ക് തോന്നും ഓക്കെ വി ആർ ആക്സെപ്റ്റിങ്. ഞാൻ വേറൊരു കാര്യം ഞാൻ പണ്ട് വായിച്ചൊരു കാര്യമാണ്. ഒരു കോടതിയിൽ ഒരു കേസ് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഭർത്താവ് ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് അവർ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി. ഇതെന്തുവാ? ദാറ്റ് ഈസ് ഒരേ ബോഡിന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. മൈ ഹസ്ബൻഡ് യൂസ് മൈ സോപ്പ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് വിത്ത് ഹിം. സോ ഇന്ന് ഡൈവോഴ്സസ് കൂടുതലാകാൻ കാരണം ഇതൊക്കെയാണ്. ആക്സെപ്റ്റൻസി,
ആക്സെപ്റ്റൻസി. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ആക്സെപ്റ്റൻസി. ഞാൻ പറയുന്നു, നമ്മുടെ ഫിംഗേഴ്സ്, നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സ് ഈക്വൽ അല്ല. ദിസ് ഈസ് ഫാറ്റ്, ദിസ് ഈസ് തിൻ, ദിസ് ഈസ് ടോൾ, ദിസ് ഈസ് ഷോർട്ട്, ദിസ് ഈസ് ദ ടൈനി വൺ. ഇത്രയും ഡിഫറൻസസ് എൻ്റെ ഫിംഗേഴ്സിലുണ്ടെങ്കിൽ വെൻ ദേ ഫോം ടുഗദർ ഇറ്റ്സ് ഗിവിങ് മി എ ഗ്രിപ്പ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഡിഫറെൻറ്റ് പീപ്പിൾ, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഗ്രിപ്പ്. ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഞാൻ പറയുന്നത്, സാധാരണ ആൾക്കാർക്കുള്ള ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് ഇത് കവർ ചെയ്തായിരുന്നു ഫസ്റ്റ് ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചുള്ള ആ കംപ്ലൈൻസ് ബാക്കിയുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങൾക്ക് പറയണം, യു ഷുഡ് സ്പീക്ക് ഔട്ട് എന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസ്, ഗോ ടു എ സ്പിരിച്വൽ ലീഡർ, നിങ്ങളുടെ മതഗുരു അറ്റ് ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റോ കൗൺസിലറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ സജഷൻസ് വാങ്ങിക്കുക. അല്ലാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ ദേ വിൽ ബി ലിസണിങ്, പിന്നെ അത് പുറത്തു പോകും. ഇറ്റ് ബിക്കംസ് എ ഫാമിലി പ്രോബ്ലം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താവും, നിങ്ങളും ഭാര്യയും ഭർത്താവ് ഒന്നാവും. നിങ്ങൾ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ്സ് അറ്റ്ലീറ്റ്സ്. അതാണ് എൻ്റെ കുഴപ്പം. മനസ്സിലായോ? എന്നും അതേപോലെ ഞാൻ എപ്പോഴും പറയും, ഭാര്യയും ഭർത്താവിൻ്റെ വഴക്കിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യയും ഭർത്താവിൻ്റെ വഴക്കുകൾ നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ. യു ഷുഡ് നോട്ട് ഇൻവോൾവ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ബോത്ത് ആർ വൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ദാമ്പത്യ ജീവിതത്തിൽ BScയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു BSc എന്നുള്ള ഒരു കാര്യം, ബെയറിങ്, ഷെയറിങ്, കെയറിങ്, നിങ്ങളും നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കുക. നല്ലൊരു റിസൾട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് 15 ഇയേഴ്സിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾക്കും ഒരു നല്ലൊരു ജീവിതം, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്കും ആശംസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീനു.